ആരാ? സതീഷിൻ്റെ വീടല്ലേ? അതെ. അയാളെവിടെ? അകത്തുണ്ട്, വരൂ. ഇരിക്കൂ. ഓ, താനോ? കുറേ കാലായല്ലോ കണ്ടിട്ട്. ഇരിക്കുക. കുട്ടിയെ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം. കുടിക്കാൻ മാത്രം ആക്കണ്ട, കഴിക്കാനും എന്തെങ്കിലും എടുത്തു വെച്ചോ. ഓ, തനിക്കിതെന്താ പറ്റിയത്? അതൊക്കെ പറയാം. ധൃതിയൊന്നുമില്ലല്ലോ. ആദ്യം താനെന്തെങ്കിലും കഴിക്കേ. ആ, ഇവിടെ ഇപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ. 1 വർഷം ആവാനായി. ഇയാളുടെ കൂടെ ഒന്നും ആരും നിൽക്കില്ല. ഭയങ്കര വെറുപ്പില്ല. ഒരു കാലത്ത് എന്തായിരുന്നു ഞങ്ങളൊക്കെ? എല്ലാവിധ തരികടി ഉണ്ടായിരുന്നു. ആ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാണുന്നതൊക്കെ ഇയാൾ തന്നെയാണോ? കാര്യമായിട്ട് ഈ തോട്ടങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ അപ്പുറത്തുള്ളതും ഇതിൽ വെട്ടാൻ. വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒക്കെ നോക്കുന്നത് ഞാൻ തന്നെ. ആ, പിന്നെ എന്തൊക്കെ ഉണ്ട്? സുഖം. ഞാൻ വന്ന കാര്യം പറ. അല്ല, എന്താ പ്ലാന്? പ്ലാൻ? നീ നിൽക്കട ജസി. അച്ഛനിങ്ങ് വരട്ടടാ. റിസ്ക് ഒന്നുമില്ല. നീ ഒരാളായി കൂടെ നിന്ന് തന്നാൽ മതി. ഇത് എത്ര ദിവസം വെച്ചിട്ട് എങ്ങനെ മാറി നിൽക്കുക? എടാ, 2-3 ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇത് പഴയൊരു പൈസയുടെ ഇടപാടാണ്. നമ്മളത് വാങ്ങിച്ചെടുക്കുക. നിനക്കതുകൊണ്ട് ഗുണമുണ്ടാവും. നീ പറഞ്ഞോണ്ടാണ് ഞാനിതിലേക്ക് വന്നത്. ഇത് വല്ലതും നടക്കൂടെ? എടാ, ഇത് നീ വിചാരിക്കണ പോലെ ചെറിയ കളിയല്ല. പ്ലാനൊക്കെ വർക്കൗട്ടായ നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. കാര്യങ്ങൾ വിഷ്ണുവേട്ടൻ നിന്നോട് പറയും. എടാ, അവനെവിടെ? ആ വണ്ടിയിലുണ്ട്. മൂപ്പിലാൻ അവിടെ എത്തിയോ? ആരുടെയും കണ്ണുപെടാതിരിക്കാൻ വേണ്ടിയാണ് നാട് വിട്ടത്. അങ്ങനെയാണ് ഈ ഗ്രാമത്തിലെത്തിയത്. അവരെങ്ങനെയോ എന്നെ കണ്ടെത്തി. അങ്ങനെ ഇരിക്കേ അന്നൊരു വൈകുന്നേരമാണ് ഞാനവരെ കാണുന്നത്.
3-4 പേരുണ്ടായിരുന്നു അവർ. രാമേട്ടൻ വാ. വാസു തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ. താനിങ്ങനെ കീഴടങ്ങിയാലോ? നമ്മുടെ പഴയ കണക്കുകളൊക്കെ ഒന്ന് തീർക്കണ്ടേ? തന്നെ ഒന്ന് കണ്ടു കിട്ടാൻ കുറെ മെനക്കെട്ടു രാമേന്ദ്രൻ ചേട്ടാ. ആളിവിടെ ഫാമിലിയൊക്കെ ആയി സെറ്റായല്ലേ? വേറെ ഒരു പേരും കിട്ടിയില്ല അല്ലേ? എടോ, തൻ്റെ മുതലാളി എവിടെ? ആ, അറിയില്ല. കുറേ വർഷങ്ങളായി അവിടുന്ന് പോന്നിട്ട്. എലന്തു വരുന്നു. ആ ആ അതും മുതലാളിയുടെ കെട്ടിയോളം കൊണ്ട്. അവനെന്തായാലും അവിടെ ഇല്ല. ഒരു 6-7 കൊല്ലം മുമ്പേ ഒരു ആക്സിഡൻറ്റ് പറ്റി. കുറേ കാലം ആശുപത്രിയിലായിരുന്നു. പിന്നെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി സ്ഥലം വിട്ടതാ. അന്നത്തെ രാത്രി താൻ മറന്നിട്ടില്ലല്ലോ. അതുപോലെ തൻ്റെ വീട്ടിലും ഞങ്ങളൊന്ന് കയറുന്നുണ്ട്. വാസു ആരാ ഈ വാസു? ആ, ആരെങ്കിലുമൊക്കെ ആവും. കുറേ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. വാസുവിനെ അറിയില്ലെങ്കിലും അവൻ്റെ ജ്യേഷ്ഠൻ മണിനെ മറന്നിട്ടുണ്ടാവില്ല. മണിയനോ? മണിയൻ്റെ അനുജൻ വാസു. അവൻ്റെ മകനോ ആരൊക്കെയാണ്. വടക്കേ പറമ്പിലെ മണ്ണ് 4 അടി മാന്തിയാൽ അവിടെ മണിയനും ഉണ്ടാവും. മണിയൻ? ആ, അവരെന്താ പറയണത്? കൊല്ലാനുള്ള ഉദ്ദേശം അവർക്കില്ല. വേണമെങ്കിൽ അവരത് ചെയ്യും. പിന്നെ? പണമാണ് അവർക്ക് വേണ്ടത്. 1 കോടി പണമായിട്ട്. 1 കോടിയോ? അതിന് എൻ്റെ എവിടെ പണം? മോനെ, ആ ബാഗൊന്നും എടുത്താ. ഇതെല്ലാം പല ബാങ്കുകളിലായി തൻ്റെ പേരിലുള്ള അക്കൗണ്ടിൻ്റെ കണക്കാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. തലശ്ശേരിയിൽ നിന്ന് ആളെ വരുത്തി ഇവിടെ റൂമൊക്കെ ശരിയാക്കിയിട്ടുണ്ടോ? ഇയാൾ എന്തിനാ പേടിക്കണത്? അവരെൻ്റെ കുടുംബം ഇല്ലാതാക്കും. അതെന്നെ പേടി. കുടുംബോ? ഏത് കുടുംബം? പണ്ടൊരു തള്ള തൻ്റെ കൊച്ചുമോളാന്ന് പറഞ്ഞ് ഒരു പെങ്കൊച്ചിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരുന്നു. അവളുടെ കെട്ടിയോൻ ചത്തൂന്നും വീട്ടിൽ കഷ്ടപ്പാടാണെന്നും ചെലവിനെന്തെങ്കിലും കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. എന്താടോ അവളുടെ പേര്? ജാൻസി. ആ കൊണ്ടുവന്നാക്കിയ തള്ളയ്ക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണ ഉള്ളതുകൊണ്ട് ആ പേരും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശും വാങ്ങിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ രണ്ടിനെയും കാണാനില്ല. താൻ എങ്ങോട്ടാടോ അവളെ കടത്തിയത്? മനുഷ്യന് നേരാമണ്ണം ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്ക് രക്ഷപ്പെടുത്തി കളഞ്ഞു. ആ ജാൻസിൻ എൻ്റെ ഭാര്യ. ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അതാണ് എൻ്റെ കുടുംബം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും. അതിനിടയ്ക്ക് ഒരു മാരണങ്ങൾ. തനിക്ക് കുട്ടികളെ കൂടി കൂട്ടാറുന്നില്ലേ? എന്തായാലും പഴയൊരു സുഹൃത്തിനെ കാണാൻ വരല്ലേ? അത് വിട്. അതെന്താടോ? ഞാൻ പറഞ്ഞത് ഇഷ്ടായില്ലേ? ഇല്ല. പണ്ട് തനിക്ക് എൻ്റെ കൂടെ പിന്നെ എന്തായിരുന്നു പണി? അത് പണ്ടല്ലേ. അന്ന് തനിക്ക് വേണ്ടി ഒരുപാട് വൃത്തിയേട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിന്റെ വേലക്കാരനൊന്നുമല്ല.
ഹലോ, ആര്? സതീശനോ? മനസ്സിലായില്ല. ഓ, മുതലാളിയോ? ആ, പറ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാര്യം മനസ്സിലായി. പക്ഷേ നമുക്കിതിനൊരു കണക്കൊക്കെ വേണ്ടേ? അവരെത്ര പേരുണ്ടാവും? അതൊന്നും എനിക്കറിയില്ല. പണം എനിക്കൊരു പ്രശ്നമല്ല. കാശൊക്കെ വിഷയം തന്നെ. അതിനല്ലേ ഈ പണിക്ക് പോകുന്നത്. ആ, അവരെത്ര പേരുണ്ടെന്നൊരു കണക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുതലാളി വിളിക്ക്. ഒരുത്തനെ സ്കെച്ച് ചെയ്ത് പണിയുന്ന പോലെ അല്ല ഇത് റിസ്ക്കാണേ. മുതലാളി കുറച്ച് ഡീറ്റെയിൽസും കൂടി കിട്ടിയ വിളിക്ക്. നമ്മൾ പണം കൊടുത്തില്ലെങ്കിൽ അവന്മാരിങ്ങോട്ട് എത്തില്ലേ? അവർ വരികയാണെങ്കിൽ എത്ര പേര് കാണും? അതാണ് ചോദിക്കുന്നത്. അറിയില്ല. ആരത്? നമ്മളുടെ ഒരു പഴയ ടീംസാ. ആളൊരു മാറിയ. അല്ല, നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഞാൻ എടുത്തോട്ടത്. നീ ഇതെന്തറിഞ്ഞിട്ടാ? ആരോ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയ കേസാ. നമ്മളവിടെ വീട്ടിൽ പോയി കാവലും കണ്ട പരിപാടിയാ. ആരാണെന്നറിയാതെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല, അറിയോ? എന്നാ പിന്നെ നമുക്കതുകൊണ്ട് ഒഴിവാക്കാം അല്ലേ? അതന്നെയല്ലേ ഞാനും പറയുന്നത്. ആകെ ഒരു തോരടി കേസാ. അന്ന് ഞാൻ 10ാം ക്ലാസ് പഠിക്കുകയാണ്. പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സമയം. എല്ലാവരും കിടന്നുറങ്ങിയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്നൊരു ഭയങ്കര ബഹളം കേൾക്കുകയാണ്. എന്താണെന്നറിയാൻ ഞാൻ ജനൽ തുറന്ന് മെല്ലെ ഒന്ന് നോക്കിയതാ. അപ്പോൾ പുറത്ത് കുറേ ആളുകൾ മാരകായുധങ്ങളുമായിട്ട് വീടിൻ്റെ മുന്നിൽ ബഹളം വയ്ക്കുകയാണ്. പേടിച്ചിട്ട് ഞാൻ അകത്തേക്ക് ഓടി. വാതിൽ ചവിട്ടി പൊളിച്ച് എല്ലാവരും കൂടി അകത്തേക്ക് ഇരച്ച് കയറി. പേടിച്ച് വരച്ച് ഞാൻ സോഫയുടെ മറവ് പോയി ഒളിച്ചിരുന്നു. പിന്നെ കാണുന്നത് എല്ലാവരും കൂടി റൂമിലേക്ക് തള്ളിക്കയറുന്നത്. റൂമിൽ കിടന്നുറങ്ങിയിരുന്ന അച്ഛനെ അവർ വിട്ടുവീഴ്ത്തി. അമ്മേനെ അവർ. അപ്പോൾ ബഹളം കേട്ട് ചെറിയച്ഛനെ ഓടി വന്നു. ചെറിയച്ഛനെ അവർ വിട്ടുവീഴ്ത്തി. പിന്നെ കാണുന്നത് ആ ചോരയിൽ കുളിച്ച് കിടക്കുന്ന അച്ഛനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതാണ്. അന്നാണ് അച്ഛനെ ഞാൻ അവസാനമായിട്ട്. ഇപ്പോഴും അതൊരു പേടി സ്വപ്നം പോലെ മനസ്സിലങ്ങനെ കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. പക്ഷെ അച്ഛൻ പറയായിരുന്നു നമ്മുടെ അടുത്ത്, എന്നെ അവർ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്, വെറുതെ വിടില്ല എന്നൊക്കെ. അത്രയും വലിയ ചതിയിലാണ് ചെന്ന് പെട്ടതെന്നൊക്കെ അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അച്ഛൻ എന്ത് ചെയ്തിട്ടാന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ പ്രതികാരമല്ല, പക്ഷേ എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയൊരു അവസരം മാത്രമാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്കിതെങ്കിലും ചെയ്തേ പറ്റൂ. അവരാണ് ഇപ്പം ഇങ്ങോട്ട് വിളിക്കാമെന്ന്. ഇയാൾ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഉം. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? നീ ഒന്ന് വരട്ടി നോക്കി, അത് നടന്നില്ല, അത്രേ ഉള്ളൂ. പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ താൻ വിനായകനെ വിളിച്ചത്? തനിക്ക് ഒഴിച്ചിൽ നടത്താനാ? അവനൊന്നും അവിടെ കാലുകുത്തില്ല. പിള്ളേര് കലിപ്പിലാ. അവർക്ക് തൻ്റെ ജീവനാ വേണ്ടത്. നിന്നെ കൊന്ന് ജയിലിൽ പോകണ്ടെന്ന് ഞാനാണ് അവരോട് പറഞ്ഞത്. അല്ലെങ്കിലും ഈ കോലത്തിലായ തന്നെ എന്ത് ചെയ്യാനാ? ഒരു ഗതിയും പരഗതിയില്ലാത്തവനെ ഞാനാണ് എന്തെങ്കിലുമൊക്കെ ആക്കിയത്. എൻ്റെ കൂടെ നടന്നിട്ട് എനിക്ക് പണി തന്നപ്പോഴാ ഞാൻ അവനെ തീർത്തത്. അത് ഇയാൾക്കും അറിയാം. താൻ ഞങ്ങളുടെ കുടുംബത്തിൽ കയറിയ പ്രതികാരം ചെയ്യാൻ എനിക്കൊരു കുടുംബമില്ലല്ലോ. ഇനി എന്തു ചെയ്യും? ഇത്രയായ സ്ഥിതിക്ക് ഇനി ഞാൻ പണം തരാം. നിങ്ങൾക്കറിയാലോ, എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറേ മൂലയിൽ മണ്ണ് മാന്തിയ കുറച്ച് എല്ല് കിട്ടും. അത് വെച്ച് ശേഷക്രിയ ചെയ്യാം. അവൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. അതിനുള്ള ചെലവ് എൻ്റെ വക.
അതൊക്കെ ഞങ്ങൾ എന്നോ ചെയ്തടോ. വിട്ടേക്കടാ മോനെ. തനിക്ക് അവനെ മനസ്സിലായില്ലേ? നീ ഒന്നുകൂടെ നോക്ക്. അവൻ ഒറ്റയ്ക്കാന്ന് കരുതി താൻ സാഹസത്തിനൊന്നും നിൽക്കണ്ട. ഇത്രയും കാലം കൊണ്ട് അവനവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് താനൊന്ന് ചിന്തിക്കുക. തൻ്റെ പേരെ നിന്ന് കത്തും. നീയായിട്ടത് എടുത്തു കൊടുത്താ അതും കൊണ്ട് അവരിങ്ങ് പോരും. അതല്ലെങ്കിൽ എൻ്റെ കൂടെ വാ. പറഞ്ഞത്രയൊന്നും ഉണ്ടാവില്ല. ബാക്കി പേപ്പറിലോ ചെക്കിലോ എങ്ങനെയാച്ചാ തരാം. മോളെ, കുറച്ച് വൈകിയാലും അച്ഛൻ എത്തിട്ടോ. ആ ആ അപ്പം താൻ പോവുകയാണല്ലേ? ഇനി എന്നാ ഇങ്ങോട്ട്? വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് ഇറങ്ങ്. നീ പോക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇതിൽ തനിക്കെത്ര കിട്ടും? ഞാനിവിടുന്ന് ഇറങ്ങിയാൽ നീ എന്നെ തേടി വരില്ലേ? വരും. അതാണ് സതീശൻ. മുമ്പ് നീ എന്നെ തേടി വന്നിട്ടുണ്ട്. ഞാനവളെ കൊണ്ടുപോയതിൻ്റെ പിറകെ നിന്റെ ഉപദ്രവം സഹിക്കാതെ അവളെന്നോട് യാചിക്കുകയായിരുന്നു നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ഞാനും അത് കുറേ ആലോചിച്ചു. എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്? നീ ഞങ്ങളുടെ അടുത്തെത്തി എന്നൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെയാണ് നിന്നെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയത്. അന്ന് നീ ചത്തില്ല. ഇനിയും നിന്നെ കൊല്ലാതെ വിട്ടാൽ നീ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഞാനിപ്പോൾ മരിക്കും. എൻ്റെ കുട്ടികൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് നിനക്ക് വേണ്ടി പണിഞ്ഞതാ. നിന്റെ അധ്വാനത്തിൻ്റെ പങ്ക് അത് നിന്റെ വീട്ടിലെത്തും.